നമസ്കാരം. ദിവസേന കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്നത് കാരണം പല പുതിയ വിവരങ്ങളും അറിയാൻ കഴിയുന്നുണ്ട്. 151 ദിവസം അത്തരത്തിലൊരു പുതിയ വിവരമാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിവരം, ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു പുതിയ കപ്പൽ പാത നമ്മുടെ പടിഞ്ഞാറ് നിന്ന്, കേരളത്തിൻ്റെ പടിഞ്ഞാറ് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോവുകയാണ്. മറ്റേതൊക്കെ വടക്കോട്ട് സുയസ് കനാൽ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു കപ്പലിനെ ആഫ്രിക്ക ചുറ്റി പോകുന്ന തരത്തിൽ കാണുന്നത്. കൊളംബോയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തി റോട്ടർഡാമിലോട്ട് പോകേണ്ട താരതമ്യേന ഒരു ചെറിയ കപ്പലാണ്. 6763 കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള ഹുണ്ടായി സിംഗപ്പൂർ എന്ന കണ്ടെയ്നർ വെസൽ കൊച്ചിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട്, ദിശയെക്കുറിച്ചൊന്നും എനിക്ക് വലിയ തിട്ടമില്ല, എന്തായാലും അവിടെ നിന്ന് ഇന്നുവരെ കാണാത്ത തരത്തിൽ ആഫ്രിക്കയിലോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ സുയസ് കനാൽ വഴി പോകേണ്ടി ഇരുന്നെങ്കിൽ 7260 നോട്ടിക്കൽ മൈലായിരുന്നു സഞ്ചരിക്കേണ്ടിയിരുന്ന ദൂരം. ആഫ്രിക്ക ചുറ്റി പോവുകയാണെങ്കിൽ 12651 നോട്ടിക്കൽ മൈലാകും. ഏകദേശം 25 ദിവസം എടുക്കുന്നുണ്ട്. അവരുടെ അറിയിപ്പ് പ്രകാരം 25 ദിവസം എടുക്കുന്നുണ്ട്. ഏകദേശം 5000 നോട്ടിക്കൽ മൈൽ അധികം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇന്നും അവിടെ റെഡ് സീയിൽ ഹൂതി ആക്രമണമുണ്ടായി, തിരിച്ച് അമേരിക്കയുടെ ആക്രമണമുണ്ടായി എന്ന് കേൾക്കുന്നു. ഈ വിഷയത്തിന് ഉടനൊന്നും പരിഹാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ പുതിയ ഇന്ധനത്തിലൂടെ കാർബൺ എമിഷൻ കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 5000 നോട്ടിക്കൽ മൈലൊക്കെ അധികം സഞ്ചരിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് കാർബൺ എമിഷൻ കുറയ്ക്കുക? നേരെ തിരിച്ച് മറ്റൊരു കപ്പലിനെയും നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ രഞ്ജിത്തിൻ്റെ 1 ബ്ലൂ ജെ എന്ന് പറയുന്ന സ്ഥിരമായി നമ്മൾ സെയിലിംഗ് കമൻട്രി ഫോളോ ചെയ്യുന്ന കപ്പലാണ്. അത് കാനഡയിലെ ഹാലിഫാക്സിൽ നിന്ന് ദുബായിലോട്ട് വരുന്നതും ആഫ്രിക്ക ചുറ്റിയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി വരുന്നു. 11651 ദൂരം. സാധാരണഗതിയിൽ സുയസ് വഴിയാണെങ്കിൽ 7710 നോട്ടിക്കൽ മൈൽ ആകേണ്ടത് ഇപ്പോൾ 11651 നോട്ടിക്കൽ മൈൽ. 5000 ഒക്കെയാണ് കൂടുന്നത്. 5000 നോട്ടിക്കൽ മൈലോളം ഏകദേശം കൂടുന്നതാണ് ഈ രണ്ട് യാത്രയും. ഒന്ന് ആഫ്രിക്ക ചുറ്റി ഇങ്ങോട്ട് വരുന്നു, അടുത്ത ഒരു കപ്പൽ ഇവിടുന്ന് അങ്ങോട്ട് ആഫ്രിക്ക ചുറ്റി പോകാൻ പോകുന്നു. ഇത് മാനവരാശിക്ക് ഒരു വലിയ പ്രശ്നമായി തന്നെ തീരാൻ സാധ്യതയുണ്ട്. ഇത്രയധികം ഫ്യൂവൽ കത്തുന്നത്, ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ അത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ പോലും ബാധിക്കും. 5000 കിലോമീറ്റർ അധികം കപ്പലുകൾ ഓടുമ്പോൾ അത് കൊണ്ടുവരുന്ന സാധനങ്ങളും കൊണ്ടുപോകുന്ന സാധനങ്ങളുടെയും വിലക്കയറ്റത്തിൽ അത് നേരിട്ട് കസ്റ്റമേഴ്സിനെ ബാധിക്കും, കയറ്റുമതിക്കാരെ ബാധിക്കും, ആരാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവരെയും ബാധിക്കും. അപ്പോൾ മൊത്തത്തിൽ ലോകം മുഴുവൻ ബാധിക്കപ്പെടുന്നൊരു വിഷയമായി ഈ ഹൂതി വിഷയം അങ്ങ് പടർന്ന് കയറുകയാണ്. എന്തായാലും ആദ്യമായി ഇന്ത്യയുടെ ഒരു തീരത്ത് നിന്ന്, കേരള തീരത്ത് നിന്ന് ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന ഒരു കപ്പലിൻ്റെ കാഴ്ച ഇന്ന് കാണാൻ കഴിഞ്ഞത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കപ്പലിൻ്റെ പേര് ഹുണ്ടായി സിംഗപ്പൂർ. ഒരു പുതിയ കപ്പൽപാത പിറവിയെടുത്തതുപോലെ ഒരു പുതിയ കപ്പൽ ഇന്ന് കാണുകയുണ്ടായി. ഐഡിയൻ ഹോസ്പിറ്റൽ ഷിപ്പ്. ആദ്യമായിട്ടാണ് ഒരു ആശുപത്രി, ഒഴുകുന്ന ആശുപത്രിയെ കാണാനിട വരുന്നത്. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇന്തോനേഷ്യയിലെ ബിലാവാൻ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് കൊളംബോ എന്നാണ് ഇവർ കാണിക്കുന്നത്. പക്ഷേ കൊളംബോ പിന്നിട്ട് വീണ്ടും കപ്പൽ മുന്നോട്ട് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ പോർട്ട് വ്യക്തമല്ല. എന്തോ ഒരു സംശയം അതിനകത്തുണ്ട്. എന്തായാലും ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ഇങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുന്ന ആശുപത്രികൾ പിറവിയെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് നേവിയുടെയാണ്, ഇന്തോനേഷ്യൻ നേവിയുടെയാണ്. നേവികൾ തമ്മിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഇത് ഉപയോഗപ്പെടുത്തുന്നത്. എങ്ങോട്ട് പോകുന്നു എന്ന് വ്യക്തമല്ല. എന്തായാലും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് 124 മീറ്റർ നീളം, 22 മീറ്റർ വീതിയുള്ള ഒരു ആശുപത്രി നമ്മുടെ മുമ്പിലൂടെ, ആശുപത്രി കപ്പൽ. ഐഡിയൻ ഹോസ്പിറ്റൽ ഷിപ്പ് എന്നാണ് പേര്. ഐഡിയൻ എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യൻ എന്നായിരിക്കാം. ഇന്തോനേഷ്യൻ നേവിയുടെ കപ്പൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നാൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റൽ ഷിപ്പ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. അപ്പോൾ ഒരു പുതിയ പാത, ഒരു പുതിയ കപ്പൽ. ഇനിയും നിരവധി പുതിയ കാഴ്ചകൾക്ക് സാധ്യത 2024 നമുക്ക് നൽകിയേക്കും.
വിഴിഞ്ഞം പദ്ധതിക്കെതിരെ 140 ദിവസം നീണ്ടുനിന്ന സമരകാലത്ത് അദാനി ഗോബാക്ക് വിളിച്ചവർ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങിയപ്പോൾ വലിയൊരു പ്രാർത്ഥന നടത്തി. ദൈവം അവരുടെ വിളി കേട്ടു. ദൈവത്തിൻ്റെ ശാപമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നതും അദാനിയുടെ തകർച്ചയും. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചവർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കഴിഞ്ഞ 9 മാസം, ഡിസംബർ അവസാനിക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ 24, 9 മാസം EBITDA എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, അദാനി ഗ്രൂപ്പിൻ്റെ ആകെ വരുമാനം 11,722 കോടി രൂപ. ഒറ്റ വർഷത്തെ 9 മാസത്തെ ആദ്യത്തെ 3 ക്വാർട്ടർ. അപ്പോൾ തകർന്നു പോയ അദാനിയുടെ വരുമാനം എങ്ങനെ കൂടി എന്ന് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അദാനിയെ ഗോബാക്ക് വിളിച്ചവർ 9 മാസത്തെ 31, 12, 23 കാലത്തിനിടയ്ക്ക്, ആ ഒരു 9 മാസത്തിനിടയ്ക്ക് 65% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വരുമാനത്തിൽ 53% വളർച്ചയുണ്ട്. ലാഭം, ഇനി നമുക്ക് ലാഭത്തിൻ്റെ കണക്കെടുക്കാം. ഈ കാലയളവിൽ 2,208 കോടി രൂപയാണ് ഗ്രൂപ്പിൻ്റെ ആകെ ലാഭം. ഇത് ഒരു വർഷത്തെ കണക്കല്ല, 9 മാസത്തെ കണക്കാണ്. ഈ ലാഭത്തിലും വരവിലുമുള്ള നമ്മുടെ താല്പര്യം എന്താണ്? ഇത്രയും ശക്തമായ ഒരു കമ്പനിയാണ് വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതിയെ സാമ്പത്തികമായി വലിയ തോതിൽ അത് പിന്തുണയ്ക്കും, മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവിടെ നടത്തപ്പെടും. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക പിന്തുണ വിഴിഞ്ഞത്തിന് കിട്ടിയാൽ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള വികസനം വിഴിഞ്ഞം പദ്ധതിയിലുണ്ടാകും. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും വലിയ മുന്നേറ്റത്തിന് കാരണമാകും. അപ്പോൾ നമ്മൾ ഇത്രയും നാളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നടത്തിപ്പുകാരുടെ വരുമാനവും വളർച്ചയും നമ്മളെ വളരെ അനുകൂലമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വളർച്ച ഇത്രയും ഗഹനമായി ഫോളോ ചെയ്യുന്നതും പഠിക്കുന്നതും. ഇതിൽ നിന്ന്, ഈ ലാഭത്തിൽ നിന്ന് 5 പൈസ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല. പക്ഷേ അത് വിഴിഞ്ഞം പദ്ധതിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, വിഴിഞ്ഞം പദ്ധതിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കും. അതുമാത്രമല്ല, ആഗോള നിക്ഷേപകർ ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഈ വരവ്, ലാഭം, ഈ കണക്കുകളെല്ലാം വിലയിരുത്തിയായിരിക്കും കൂടുതൽ നിക്ഷേപിക്കുന്നതും കൂടുതൽ ഷെയറുകൾ വിൽക്കപ്പെടുന്നതും. എന്തായാലും 9 മാസത്തെ കണക്ക് തന്നെ വളരെയധികം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഏൽപ്പിച്ച ആഘാതമുള്ളപ്പോൾ തന്നെ ഈ വരുമാനവും ലാഭവും വലിയ പ്രതീക്ഷകളും കണക്കുകളുമാണ് നമുക്ക് നൽകുന്നത്. ഇനിയുള്ള നമ്മുടെ 3-4 മാസങ്ങൾക്കകം പ്രോജക്റ്റ് ട്രയൽ നടത്താൻ പോവുകയും അതിനെ തുടർന്ന് കമ്മീഷൻ ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് വലിയ പ്രതീക്ഷകൾ പദ്ധതി ഇപ്പോഴും നൽകുന്നുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ശുഭകരമായ ചില വാർത്തകൾ വരുന്നുണ്ട്. ഹപാഗ് ലോയിഡ് ഏകദേശം 5ാമത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ 5ാമത്തെയോ 6ാമത്തെയോ സ്ഥാനത്ത് വരുന്നതാണ് ജർമ്മൻ കമ്പനിയായ ഹപാഗ് ലോയിഡ്. അവർ 2,500 കോടി രൂപയുടെ നിക്ഷേപം. സാധാരണഗതിയിൽ ഇതൊക്കെ മുംബൈയിലും ചെന്നൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലുമൊക്കെയാണ് വരുന്നത്. ഇത്തവണത്തെ അവരുടെ നിക്ഷേപം തൂത്തുക്കുടിയിലാണ്. എന്തുകൊണ്ടാണ് ഇത്ര അടുത്ത് തൂത്തുക്കുടി പോലുള്ള സ്ഥലത്തോട്ടൊക്കെ ഇത്രയും കൂടിയ നിക്ഷേപങ്ങൾ വരുന്നത് എന്ന് നമ്മളൊന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ഇന്നലെ സ്പെയിനിൽ വെച്ചാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ ഹപാഗ് ലോയിഡ് MD ജസ്പർ കാൻസ്ട്രൂപ്പ്, ഡയറക്ടർ ആൽബർട്ട് ലൊറൻറ്റെ എന്നിവരുമായി തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ MOU സൈൻ ചെയ്തത്. ഏകദേശം 1000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നിക്ഷേപം എന്നറിയുന്നു. വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. എന്തായാലും തൂത്തുക്കുടി എന്ന് പറയുമ്പോൾ പോർട്ട് റിലേറ്റഡ് കപ്പൽ കമ്പനിയാണ്. കപ്പലുമായി ബന്ധപ്പെട്ട്, ചരക്കുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ നിക്ഷേപം വരാൻ പോകുന്നത്. തൂത്തുക്കുടിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രാധാന്യം കൂടി വരുന്നു. ഒരു മാസം മുമ്പ് വിയറ്റ്നാമിലെ വിൻഫാസ്റ്റ് 1,600 കോടി രൂപയുടെ EV ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുവാനും തിരഞ്ഞെടുത്തത് തൂത്തുക്കുടിയാണ്. വിഴിഞ്ഞവും തൂത്തുക്കുടിയും തമ്മിൽ ഏകദേശം 200 കിലോമീറ്റർ ദൂരം കുറവേ ഉള്ളൂ. ക്രമേണ തൂത്തുക്കുടിയിൽ നിന്ന് വീണ്ടും തെക്കോട്ട് നിക്ഷേപങ്ങൾ വരുമെന്നുള്ളതാണ്
ഈ സൂചന നമുക്ക് നൽകുന്നത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.